അണ്ണാമലൈ കുപ്പസ്വാമി ഇത് കാനഡ നേതാവ്. സ്വാഭാവികമായും അണ്ണാമലൈ എന്ന രാഷ്ട്രീയ നേതാവിനെ ശ്രദ്ധിക്കുന്ന ആരും പറയുന്നൊരു കാര്യമാണ്. കോയമ്പത്തൂരിൽ നിന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പറിച്ചു നടും മുമ്പ് കർണാടക കേഡറിലെ ശ്രദ്ധേയനായ IPS ഓഫീസറാണ്. IPS അണ്ണാമലൈ ഉപേക്ഷിച്ചപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ലക്നൗവിൻ്റെ ഈ പ്രൊഡക്റ്റ് ലോകത്തേതൊരു കമ്പനികളും വലിയ ഓഫറുകളും പാക്കേജുകളും വയ്ക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അണ്ണാമലൈ തിരഞ്ഞെടുത്തത് വെല്ലുവിളികളുടെ വഴിയാണ്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബലികേറ പോലെ മൂലയായി നിന്നിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക്, പക്ഷേ ആ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറിയ അണ്ണാമലൈ സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്തത്. അണ്ണാമലയുടെ രാഷ്ട്രീയം കണ്ട് പലരും പറയാറുണ്ട് അണ്ണാമലയെ പോലൊരു നേതാവ് നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നും പല സംസ്ഥാനക്കാരും പറയാറുണ്ട്. പക്ഷേ അണ്ണാമലയുടെ ഗെയിം തമിഴ്നാടിന് പറ്റിയൊരു രാഷ്ട്രീയമാണ്. തമിഴ്നാടിൻ്റെ തമിഴ് മക്കളുടെ മനസ്സറിഞ്ഞുള്ളൊരു കളിയാണ്. ഈ അടുത്ത ദിവസം അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം ശരീരത്തിൽ ചാട്ടമാറ് കൊണ്ടടിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ വൈകാരിക വികാരം ധാരാളം വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗമാണ് തമിഴന്മാർ. ആ തമിഴ് ജനതയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നേതാവ് അണ്ണാമലയെപ്പോലുള്ള നേതാവ് സ്വയം പീഡിപ്പിക്കപ്പെടുമ്പോൾ അതവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചലനമുണ്ട്. അത് കൃത്യമായി അണ്ണാമലയ്ക്ക് അറിയുകയും ചെയ്യാം. അതുപോലെ സ്റ്റാലിൻ്റെ ഭരണം അവസാനിപ്പിച്ചിട്ടേ ഞാൻ ചെരുപ്പിടൂ. ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തമാശയായി കഴിയും. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ പറയുമ്പോൾ അതിനുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അതുപോലെ ഈ പെരിയാറുടെ രാഷ്ട്രീയം, അണ്ണാദുരൈയുടെ രാഷ്ട്രീയം, കരുണാനിധിയും MGRും ഒക്കെ സിനിമകളിലൂടെ തമിഴ്നാടും മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു രാഷ്ട്രീയം. സത്യത്തിൽ ഈ തമിഴ് ജനത എന്ന് പറയുന്നത് വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു കടുത്ത ദൈവവിശ്വാസികൾ. ഇപ്പോൾ തമിഴ് ജനതയുടെ പണ്ടാരത്തിലിടുന്ന പൈസ ഇല്ലെങ്കിൽ കേരളത്തിലെ പല ദേവസ്വങ്ങളും അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിൽ പോകുന്നു വേണം. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെ സനാതന ധർമ്മത്തിൽ നിന്നും ഹിന്ദു ധർമ്മത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ ഒരു ബോധപൂർവമായ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ തമിഴ് ജനത മുരുക ഭക്തന്മാരാണ്. അപ്പോൾ വേൽമുരുക വെട്രിമുരുക എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ വൈകാരിക വികാരത്തെ കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യാൻ, അതിനെ പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അണ്ണാമലയെ കോയമ്പത്തൂർ പരാജയപ്പെട്ടു DMK സ്ഥാനാർത്ഥിയോട്. പക്ഷേ തൃശ്ശൂർ സുരേഷ് ഗോപി പിടിച്ചതിലും കൂടുതൽ വോട്ട് കോയമ്പത്തൂർ അണ്ണാമലയെ പിടിച്ചിട്ടുണ്ട്. അന്ന് AIADMK അണ്ണാമലൈ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ, BJP AIADMK സഖ്യം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ 20ലേറെ സീറ്റുകൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ കൈകളിൽ വരികയോ കടുത്ത മത്സരം നടക്കുകയുമായിരുന്നു. പക്ഷേ അണ്ണാമലയുടെ രാഷ്ട്രീയം കറക്റ്റാണ്. 19% വോട്ട് ചെറിയ കക്ഷികളുടെ പിന്തുണയോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നേടിയ BJPയെ സംബന്ധിച്ച് ഇനി ഒരു മുന്നണി ചർച്ചയ്ക്ക് AIADMKയിലേക്ക് ചെല്ലുമ്പോൾ ഈ തമിഴ്നാട്ടിലെ AIADMKയും DMKയും ഒക്കെ പലപ്പോഴായിട്ട് BJPയുടെ സഖ്യകക്ഷികൾ തന്നെയായ ആളുകളാണ്. MDMK സഖ്യകക്ഷിയായിരുന്നു, PMK സഖ്യകക്ഷിയായിരുന്നു. അവിടെ സഖ്യകക്ഷി അല്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. തമിഴ് മാനില കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പല ഘട്ടങ്ങളും BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. അപ്പോൾ ഊതി വീർപ്പിച്ച ചില രാഷ്ട്രീയ ബലൂണുകളും പ്രതിരൂപങ്ങൾക്കും അപ്പുറം തമിഴ് മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഈ മുൻ IPSകാരനെ സംബന്ധിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഇന്ത്യൻ ദേശീയതയ്ക്കുമൊക്കെ ഒരു വേരുണ്ടാക്കാൻ കഴിയും. അതൊരു സത്യമാണ്. ആ സത്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അത് തെളിയിക്കപ്പെടുകയും ചെയ്യും.